ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെഡ്ഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെഡ്ഡിങ്ങിന് പോവാണ്. ഒരു ചെറിയൊരു വെഡ്ഡിങ് ഷോട്ടാണ്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുയിസറാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുയിസർ വന്നിട്ട് കാണാം. ഞാൻ മെഹന്തി ഒക്കെ ഇട്ടിട്ടാ. ഹലോ, ഈ കൈൻ്റെ വെള്ളം ഈ കൈൻ്റെ വെള്ളം ഉള്ളിലിട്ടോ. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുയിസറിൽ കയറി കേട്ടോ. ബാക്കിൽ വേറെ വണ്ടി ഉണ്ട് നമ്മൾ പിന്നെ വേറെ കല്യാണത്തിനകത്ത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഈ കല്യാണത്തിനാണെന്ന്. നമ്മൾ വണ്ടിയിലിരുത്തി ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവരൊക്കെ പോകുന്നത് നമ്മൾ പ്രിയപ്പെട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പാട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്മിൻ റോഡിലേക്ക് എത്തി. പാട്ട് അപ്പം നല്ല തല്ലാണ് ഫ്രണ്ട്സ്. ഇതാണ് ഷിഫുവിൻ്റെ സ്കൂളാട്ടോ. ഷിഫുവിൻ്റെ സ്കൂളതിന് മേലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാട്ട് വെക്കും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഡേ വരും അമ്മേ നമ്മൾ ടാറ്റപ്പാടി തുടങ്ങിയിട്ട് ഒരു ടാറ്റ തന്നിട്ടോ. ആ കറിയിലെ കാക്ക ടാറ്റ തന്നു. ടാറ്റ ഫ്രണ്ട്സ് സക്സസ്ഫുൾ കംപ്ലീറ്റ്. പാട്ട് വന്നു. ഫ്രണ്ട്സ് നമ്മൾ നമ്മളെ കാറിന് വീണ്ടും കണ്ടുമുട്ടി ഗൈസ്. ഫ്രണ്ട്സ് നമ്മളിത് ചെറിയ ബ്ലോക്കാണ് കേട്ടോ. നമ്മളിവിടെ ഒരു പുഴയുടെ എടുക്കാനാണ്. ഇതൊരു ഏട്ടനാണ് ഫ്രണ്ട്സ്, ഒരു ലോറി ഏട്ടൻ. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളെ കുറുക്കൻ ഡാൻസ് ഒരാൾ നീച്ചു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കിയെല്ലാം ഇരിക്കാട്ടോ. ഞങ്ങൾ അഞ്ചോട്ടെ ഫ്രണ്ട്സ്. ഇപ്പോൾ ചെറിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സ്പീഡ് കുറഞ്ഞു പോകുന്നത്. അയ്യോ പോലീസ് ഫ്രണ്ട്സ്, പോലീസ് ഫ്രണ്ട്സ്. വേറെ നമുക്ക് ടാറ്റ തന്നിട്ടോ. സ്കൂട്ടിത്തെ ടാറ്റ തന്നു. ശബ്ദമാണ് കായ്സ്. ഇവരൊക്കെ തവയാണ് ഭയങ്കര കച്ചറ ഫ്രണ്ട്സ്. ഈ ഗ്രേ കളറ് വേണ്ടിയിട്ട് കാക്കും നമുക്ക് ഒരു ടാറ്റ തന്നു. ഫ്രണ്ട്സ് ഒരു കാക്ക നമ്മളെ കൂടി ഡാൻസ് കളിച്ച് ഫ്രണ്ട്സ് സ്കൂട്ടിൽ ഇരുന്നിട്ട് കേട്ടോ. പക്ഷെ ആ കാക്കത്തെ പിന്നിലാണ് വരുന്നതാണ് കേട്ടോ. അതിങ്ങോട്ട് വന്നാൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വരട്ടെ. വരില്ല എന്നാ മിക്കവാറും. ഇല്ല വരില്ല ഫ്രണ്ട്സ്. പോയി ബട്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ആര് തന്നു കേട്ടോ. ആ സ്കൂട്ടി മണ്ണിന് കയ്യിലായിരുന്നു. ഒരടി താറ്റോ. അത് ഓരോ നമ്മളപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അത് പിന്നിലായി പോയി ഫ്രണ്ട്സ്. നമുക്കൊരു ഗ്രേ കളർ സ്കൂട്ടി നിന്ന് കാറ്റാന്നില്ലേ. അത് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത്. ഈ സൈഡിലേക്ക് തിരിയാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ അടിപൊളി കേട്ടോ. ഫ്രണ്ട്സ് കളിക്കുന്നില്ല. അവിടെ സ്റ്റാൻഡ്
അവിടെ തട്ടിട്ടാണ് പറയുന്നത്. സ്റ്റാൻഡ് തട്ടിപ്പിച്ച് ഫ്രണ്ട്സ് എങ്ങനെയൊക്കെയോ കൈയോട്ടൊക്കെ ആക്ഷൻ കാട്ടി സ്റ്റാൻഡ് തട്ടിക്കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണാം. ഏകദേശം ഒരു പാലം കിടക്കാണ്ടെന്നാണ് പറയുന്നത്. ആ പാലം കടന്നാണ് കോഴിക്കോടിലാണ് കേട്ടോ. നമ്മുടെ പാലം കടന്നിട്ടുണ്ട്. ഒരു ചെറിയ പാലമായിരുന്നു, വെള്ളമൊന്നും അതിന് കാണാനില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പം ഇപ്പം എത്തിട്ടോ. ഇത് സ്ഥലം ശരിയൊക്കെ കഴിഞ്ഞിട്ടാണ്, ഷെഡുമെന്ന് പറഞ്ഞിട്ടാണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതത്ര ലേറ്റ്. ഫ്രണ്ട്സ് അവിടെയാണ് കേട്ടോ മണ്ടാവുള്ളത്, അങ്ങണ്ടാണ് കേട്ടോ. നമുക്കവിടെ പോയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ ആൾക്കാരുടെ കല്യാണം തന്നെയാണ്. ഡോക്ടേഴ്സ് കയറ്റാൻ വേണ്ടി പറഞ്ഞു തരികയാണ് കേട്ടോ, എവിടേക്ക് കയറ്റണം. ഇതാണ് ഫ്രണ്ട്സ് മണ്ഡപം. എത്തിപ്പോയി, ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. ഇതാണ് ഓഡിറ്റോറിയം കണ്ടോ. മുന്തിരി ജ്യൂസാട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ മൊജിത്തോ മോഡലാട്ടോ, കുടിച്ചേക്കാം. ഇതാണ് ബ്രെഡ് ചിക്കൻ കേട്ടോ. നമ്മൾ പിന്നെ ഒരു ഐസ്ക്രീം പോപ്കോൺ വാങ്ങിട്ടോ. ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഫുഡും മന്തി, ബിരിയാണി, ഐസ്ക്രീം, പോപ്കോൺ, ജിലേബി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ പോപ്കോൺ ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ വണ്ടിയിൽ കുറച്ച് വെച്ചിരുന്നിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എന്താ പാട്ട് ഓണാക്കിയിട്ടുണ്ട്, സെറ്റാക്കാം. ഈ പാലം കഴിഞ്ഞിട്ട് ഇന്നും നേരത്തെ നമ്മൾ മണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പാലം നല്ലപോലെ കാണാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുക്കാത്തത്. ഇപ്പം കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പാട്ട് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ 11:40 പോയതാട്ടോ. ഇപ്പോൾ 11 മണിക്ക്, ഇപ്പോൾ 2:40 അവിടെ ഇരുന്നു. പക്ഷെ ഞങ്ങൾ എത്താൻ 1 മണിയായിട്ടോ. ഒരു കൃത്യം 1 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ കുറച്ച് വന്നിട്ട് പറയും പാട്ട് പോകണമെങ്കിട്ടുള്ളൂ. എന്താണെന്ന് അറിയില്ല, ഏത് പാട്ടാണ് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനാട്ടോ. കുറച്ച് നേരം കഴിഞ്ഞാൽ ടീച്ചർ ഇരിക്കും. കഴിഞ്ഞാൽ ടീച്ചർ വരും. അപ്പം നമുക്ക് കാണാം. നമ്മളൊരു കച്ചറ റോഡിലാണ്. അവിടെ ബാക്കി റോഡ് ഉണ്ടാക്കാനുള്ള പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തി നല്ല ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പോഴേ ഞങ്ങൾ മാവുമ്മ മാങ്ങ പറിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ ഒന്നുണ്ട് ഇവിടെ വേറെ ഒന്നുണ്ട്. അപ്പം നമുക്ക് പൊട്ടിക്കാട്ടാ. ഓക്കെ ഗൈസ് ഞാൻ അത് അത്ര പെട്ടെന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പൊട്ടിക്കാം. ഇലയുടെ ഇടയിൽ കൂടെ കുത്തിയത് നല്ലപോലെ എടുക്കണം ഫ്രണ്ട്സ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നിട്ട് ഇത് 2 പൊട്ടിച്ച് പോയി. ഞാൻ തോട്ടിക്കിട്ട് ഫ്രണ്ട്സ് ഈ മതിലുമൊക്കെ കയറിയിട്ടാണ് ഞാൻ പൊട്ടിച്ചത്. ഈ മാവുമ്മ കേട്ടോ അപ്പുറത്തെ വീടാണ്. പക്ഷെ നമ്മളോട് ഇത് മുകളിലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മളിത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് 2 മാങ്ങ പൊട്ടിച്ച് നമ്മളിത് ജ്യൂസാണ് ഫ്രണ്ട്സ്. കല്യാണത്തിൻ്റെ ക്ഷീണമൊന്ന് മാറ്റാൻ ഫ്രണ്ട്സ്. ആകെ തിന്നാനൊന്നും ഉണ്ടാവായിട്ടല്ല കേട്ടോ ഫ്രണ്ട്സ്, തിന്നിട്ട് മതിയായിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ 4 ഐസ്ക്രീം 2 ആളും തിന്നിക്കണേ, 2 പോപ്കോൺ തിന്നണാണ്ട്. പിന്നെ ജിലേബി 3 തിന്ന് ആകെ മതിയായി ഫ്രണ്ട്സ്. പക്ഷെ ഇപ്പം ആ ജിലേബി കിട്ടി തിന്നിട്ട് നല്ല ടേസ്റ്റ്, നല്ല തേന് നമ്മളെ കൈമ കൂടെ ഒഴുകുന്ന ജിലേബിയായിരുന്നു. അപ്പോൾ കഴിച്ചു കിട്ടിയില്ല. ഒക്കെ മതേ തിന്ന് മടുത്തിരിക്കുന്നു. അപ്പോൾ കഴിച്ചില്ല. പോപ്കോൺ അവിടെ നല്ല തിരക്കും. അപ്പോൾ പിന്നെ കുറച്ച് ഞങ്ങൾ പോപ്കോൺ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലത്തെ ഒരു ചെടി കാണിച്ചിട്ട് വളരെ ഇഷ്ടമാട്ടോ. അല്ല ഹൈലൈറ്റഡ് ചെടിയാണ്. ഹൈലൈറ്റഡ് ഇത് പലരോടും ഉണ്ടാവും, എന്നാലും ജസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ചെടിമേ നമ്മൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. ആ ഒരു മാങ്ങയാണ് നമ്മളെടുത്തുള്ള മാങ്ങ തൂക്കി വെച്ചാൽ ഫ്രണ്ട്സത്തെ. പിന്നെയും ആ മാങ്ങ നമ്മൾ തൂക്കി വെച്ചു. അങ്ങനെ നമുക്കിത് ജ്യൂസ് അടിക്കാൻ പോവാം. അവരു ഫ്രാൻസ്. അപ്പോൾ മാങ്ങ ഞങ്ങൾ വീണ്ടും ഇവിടെ ഹാങ് ചെയ്ത് വേറൊരു മാവിൻ്റെ മുകളിൽ ഞങ്ങൾ വീട്ടിൽ മാവിൻ്റെ മുകളിൽ മൂവാണ്ട് പൂച്ചി അടുത്ത പക്ഷേ ഇത് കറുത്തുമ്പോൾ നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ച് നമുക്ക് ഉണ്ടാക്കാം ഫ്രണ്ട്സ്. ഞങ്ങൾ ഇഞ്ചി നുറുക്കിയിട്ട് ചാറിലിട്ടിട്ടുണ്ട്. മാങ്ങ ഇവിടെ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങളിത് കണ്ടിട്ടുണ്ട്, അതിന് നെയ്ച്ചോറ്റിൻ്റെ ഇല എന്നല്ലേ? ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേരങ്ങനെയാണ്. ഇത് നെയ്ച്ചോറിക്ക് ഇട്ടു കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഫ്ലേവറാണ്. ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ വന്നിരുന്നല്ലോ, അപ്പം ഉണ്ടാക്കിയിരുന്നു. അടിപൊളി ടേസ്റ്റ്. ഇത് ഷമാമ പൂവിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതുണ്ടാവുകയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരും. ഇത് കുഞ്ഞു വെള്ളരിക്ക ഇവിടെ ഇരുന്നു. ഇതാ കുഞ്ഞു വെള്ളരിക്ക. മുളകോ അല്ല കുഞ്ഞു വെള്ളരിക്കണേ കുഞ്ഞു വെള്ളരിക്ക. പിന്നെ അതാ ചാക്കിൻ്റെ വലുതായിക്കില്ല, കുഞ്ഞു വെള്ളരിക്ക തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പൊട്ടിക്കാൻ വന്ന സാധനം കേട്ടോ. നമ്മൾ പുതിന പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ, ജ്യൂസിക്ക് ഇടാൻ വേണ്ടിയിട്ട്. 3 പൊട്ടിക്കാട്ടാ. 3 അങ്ങനത്തെ തലപ്പ് 3. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിട്ടിട്ട് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയാൽ. ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് പൊട്ടിക്കുന്നത്. കഴുകില്ല കുഴപ്പമില്ല, അത്രയ്ക്ക് നനച്ചിട്ടൊന്നും പൊടിച്ചില്ല. അത്രയ്ക്ക് നനച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ്. ഇത് വീട്ടിൽ വളർത്തുന്ന അടയ്ക്കയാണ്. അത് പച്ച പുറത്തുണ്ട് കേട്ടോ, നമ്മൾ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അത് പഴുത്തത് വാർപ്പിൻ്റെ മേലെ കൊടുന്ന് ഉണക്കുന്നതാണ് കേട്ടോ. അത് ഇതാണ് കേട്ടോ സാധാരണ ഒരു അടക്കട ഷേപ്പ് വലിപ്പം. പക്ഷേ എത്ര ചെറുതാണ് നോക്ക്. പക്ഷെ ഇത് വിറ്റ പൈസ കിട്ടൂല, വിറ്റ പൈസ കിട്ടൂട്ടാ. അപ്പുറത്തെ വീട്ടിൽ ചക്കയാണ്. ഇത് ഞങ്ങളെ വീട്ടിൽ നിന്നാണ് കൂടുതൽ വന്നിട്ട് മേലെ വന്നിട്ട് പൊട്ടിക്കാറ് ഇവിടെ നിന്നാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചക്കു മേലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു വട്ടം പൊട്ടിച്ച് ഇപ്പം നമുക്ക് തന്നിരുന്നു. ഇത് പഴുത്തിട്ടില്ല പറഞ്ഞാൽ പഴുത്ത ഇങ്ങോട്ട് തരും കേട്ടോ. അടിയിൽ അവിടെ കിട്ടുന്നിടത്തുണ്ട്. പിന്നെ ഇവിടെ ഈ വാർപ്പിന് മേൽ നിന്ന് അവിടുത്തെ കൈ കൊണ്ട് പൊട്ടിക്കാം, അങ്ങനത്തെ ഇതുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് ഈ വാർപ്പിന് മേൽ തന്നെ ആയിട്ട് ഇങ്ങോട്ടൊരു മരം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞങ്ങളിവിടെ കളിക്കുമ്പോഴൊക്കെ പൊതുവെ ഇവിടുന്ന് ഇലയൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ കൂടുതലും കളിക്കാറ്. ഇതിൻ്റെ ചെറിയ തലപ്പത്തെ ഇലയൊക്കെ പൊയ്ക്കണൊക്കെ ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് വന്നിട്ട് പൊട്ടിച്ചതാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ പൊട്ടിക്കാവുന്നത്. നല്ല സോഫ്റ്റ് ഇലയാണ്, തളിരാണ്. ഇത് മട്ടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്. ഇത് തറവാടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതാണ് അടക്കട മരം കേട്ടോ. സോമിങ് അത് കിട്ടത്തില്ല ഫ്രണ്ട്സ്. നമുക്ക് താഴത്ത് പോയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ ഹൈലൈറ്റ് പൂവാണ് മാമൻ്റെ വീട്ടിൽ കേട്ടോ. കുളമ്പിപ്പൂ എന്നാണ് എൻ്റെ പേരെന്നാണ്. ഇത് തറവാട്ടിത്തെ ഹൈലൈറ്റ് പൂവാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വരും. ഇവിടെ നിന്നും ഞങ്ങൾ ഇല പൊട്ടിക്കാറ് തുടങ്ങിയിട്ടില്ല, പൊട്ടിക്കണം. ഓമട അല്ലേ? കറി വെക്കലുണ്ടോ? അല്ല, ഓ ഇങ്ങനെ ഞാൻ ചോദിച്ചു കറിയൊക്കെ. പിന്നെ ഈ ഓമി നമ്മളിതാ ഇങ്ങനെ പൊട്ടിക്കാറുണ്ട് കണ്ടോ. യോമ ഉണ്ടോ മറ്റേനെക്കാട്ടും കുറച്ചുകൂടി സുഖം ഓമ പൊട്ടിക്കാനാണ്. അതെ, ഇതിന് മേലെ നല്ല ഫോട്ടോ ഒക്കെ അടിപൊളി. ഒരു പശുക്കുട്ടി മൂരിയാണോ? ഫ്രണ്ടിന്റെ വീട്ടിൽ കേട്ടോ. അയൽവാസിമാണ്.
അത് ഓടി നടക്കുന്നതാണ് ഫ്രണ്ട്സ്. അടിപൊളി. വൈറ്റ് ആൻഡ് ഗ്രേ അല്ല, ബ്രൗൺ. അടിപൊളിയായിട്ടുണ്ട്. അവിടെ എന്താണ് കൊറ്റികളൊക്കെ കേട്ടോ ഈ ടൈമിൽ ഉണ്ടാവുക. ഈ ടൈമിൽ അടിപൊളിയാണ്. വളപ്പുള്ള വീട്ടിലൊക്കെ നിറച്ച് കാക്കകളും കൊറ്റികളും വന്ന് കലപ്പിലാത്തേക്കാലം അവിടെ കുറച്ച് ഈ വളപ്പിൽ ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. മൊത്തം അവരേക്കാരം കേട്ടോ. പിന്നെ ഈ വൈകുന്നേരം ടൈമായി കഴിഞ്ഞാൽ ഇത് ഉമ്മയുടെ പച്ചക്കറി കേട്ടോ. ഇത്രയേ ഉള്ളൂ പച്ചക്കറി. ഉമ്മയുടെ പച്ചക്കറി. അതിൽ അത്ര ഉള്ളെങ്കിലും എന്നാലും ഉമ്മാൻ്റെ പച്ചക്കറി കുറച്ചുള്ളൂ. ബാക്കിലാണ് കേട്ടോ കൂടുതലുള്ളത്. ബാക്കിൽ ഉമ്മ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വെണ്ട ചീര. ഇവിടുന്ന് നമുക്ക് കാണാം കേട്ടോ. ചീരയും അതുപോലെ വേപ്പ് അതൊക്കെ അവിടുന്ന് കാണാം. രണ്ട് കേസ് ആ ഹൈറ്റിലുള്ള ഇതുപോലെ കേട്ടോ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായതിന്. അത് അത്ര ഹൈറ്റിലുള്ള പിന്നെ അവിടെ നിന്നുള്ള പുഴ കാണാം നമുക്ക്. അപ്പുറത്ത് പുഴയാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇടക്കിടക്ക്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ ഇതിക്ക് പുതിന ഇഞ്ചി മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. പഞ്ചസാര ഇടാം. വെള്ളം എടുത്തിട്ട് പോവാം. ഇപ്പോൾ ഇതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പഞ്ചസാര എടുത്ത് വരുന്നുണ്ട്. നമുക്ക് പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കാം. ഗൈസ് ഇതിക്ക് ഞാനിപ്പോൾ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര വെള്ളം ഒഴിച്ചു. അതെ, ഇനി നമുക്ക് ഇത് ജ്യൂസ് അടിക്കാം കേട്ടോ. കണ്ടല്ലേ? ആ ഓക്കെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ജ്യൂസ് ഇത് അടിഞ്ഞിട്ടില്ല നല്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടിച്ചിട്ട് അതെ. ഇപ്പം നമുക്ക് തുള്ളി കൂടി വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി അടിക്കാം. തുള്ളി കൂടി വെള്ളം ഒഴിച്ച് പോയില്ലേ. നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് ഇതാട്ടോ. അപ്പോൾ കുറച്ച് ഗ്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. ബൈ.